ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. പ്രവർത്തനം 1. വായിക്കാം എഴുതാം. അഴകനും പൂവാലിയും. അഴകനു 12-13 വയസ്സ് കാണും. കന്നുകാലി മേയ്ക്കുന്നവനാണ് അവൻ. ഒരു ദിവസം കാലത്തെ അഴകൻ പശുക്കളെയും കൊണ്ട് മേച്ചിൻ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വളക്കൊമ്പി, കണ്ണമ്മ, പൂവാലി ഇങ്ങനെ 3 പശുക്കൾ. വൈകുന്നേരത്തെ അഴകൻ തിരിച്ചു വരികയുള്ളൂ. ഉച്ചത്തേക്ക് ചോറും കറിയും ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നും കൊടുക്കും. അന്ന് ചോറ് പൊതിഞ്ഞു കെട്ടി ഒരു സഞ്ചിയിലിട്ടു. സഞ്ചി തോളിൽ തൂക്കി. അതിലൊരു പിച്ചാത്തിയുണ്ട്, പിന്നെ ഒരു ഈറ്റക്കുഴലും. കയ്യിലിരിക്കുന്ന വടി ഓങ്ങിയും ചിലപ്പോൾ അതുകൊണ്ട് പശുക്കളുടെ പുറത്തു തട്ടിയും അവൻ അവയെ വേഗം നടത്തി. ഈ പശി എന്നോട് മേടിക്കുവേ എന്നും മറ്റും ഇടയ്ക്ക് അവൻ പശുക്കളെ ശാസിച്ചു. അങ്ങനെ ഒരു നാഴിക അകലെയുള്ള നാടിമറ്റത്തിൽ എത്തി. അത് വലിയ മൈതാനമാണ്. കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. അങ്ങും ഇങ്ങും മരങ്ങളുണ്ട്, ചിലത് ചെറുത്, ചിലത് വലുത്. അവിടെയായി കുറ്റിക്കാടുകളുണ്ട്. ചെത്തി, കുരുക്കുത്തി, കാളി, കൂനൻപാല, പാണൽ ഇങ്ങനെ പലതരം ചെടികളുണ്ട്. വയറ, പാട, അമൃത് മുതലായ വള്ളികളുണ്ട്. ഇലിയും ഈറ്റയുമുണ്ട്. ആണ്ടിൽ 8 മാസവും പശുക്കൾക്ക് തിന്നാൻ ധാരാളം പുല്ല് കാണും. കാരൂർ നീലകണ്ഠപിള്ള. ഇനി നമുക്ക് ചോദ്യം നോക്കാം. അഴകന് ചോറും കറിയും ലഭിച്ചുകൊണ്ടിരുന്നത് എവിടെ നിന്നാ മക്കളെ? സ്വന്തം വീട്ടിൽ നിന്നും, ഓരോ വീട്ടിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഏതായിരിക്കും അതിന്റെ ഉത്തരം? ഓരോ വീട്ടിൽ നിന്ന്. അടുത്തത്, അഴകൻ ചോറ് പൊതിയോടൊപ്പം സഞ്ചിയിൽ സൂക്ഷിച്ചത് എന്തൊക്കെ? വടിയും പുല്ലും, വളക്കൊമ്പിയും കണ്ണമ്മയും പൂവാലിയും, പിച്ചാത്തിയും ഈറ്റക്കുഴലും. അപ്പൊ ഏതായിരിക്കും? പിച്ചാത്തിയും ഈറ്റക്കുഴലും. അടുത്തത്, നാടീമറ്റം എന്നാൽ എന്തായിരിക്കും മക്കളെ? പുഴയാണ്, കുന്നാണ്, മൈതാനമാണ്. ഏതായിരിക്കും? മൈതാനമാണ്. അടുത്ത ചോദ്യം, നാടീമറ്റത്തിലെ പലതരം ചെടികളിൽ ഒന്ന് കുരുക്കുത്തി, പനിനീർ, സൂര്യകാന്തി. ഏതായിരിക്കും? കുരുക്കുത്തി. അടുത്തത്, അഴകന്റെ ജോലി എന്താണ്? പശുക്കളെ മേയ്ക്കുക, കൃഷി ചെയ്യുക, പുല്ലരിയുക. അപ്പൊ എന്തായിരിക്കും മക്കളെ അഴകന്റെ ജോലി? പശുക്കളെ മേയ്ക്കുക. അടുത്ത പ്രവർത്തനം സംഭാഷണം തയ്യാറാക്കുക. ഇറോസ് ദേവനെ അന്വേഷിച്ചു നടന്ന സൈക്കെ ഡിമിറ്റർ എന്ന വസന്ത ദേവതയെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതുക. നമുക്ക് സംഭാഷണം നോക്കാം. സൈക്കെ: ഇറോസ് ദേവനെ അന്വേഷിച്ചു നടക്കുകയാണ് ഞാൻ. ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഡിമിറ്റർ: നീ ഇങ്ങനെ ഭ്രാന്തിയെ പോലെ അലഞ്ഞിട്ട് എന്താ കാര്യം? സൈക്കെ: ഞാൻ എന്തു ചെയ്യും? എനിക്ക് ആരും തുണയില്ല. കാറ്റിനോടും കല്ലിനോടും ഒക്കെ സങ്കടം പറഞ്ഞ് നടക്കുകയാ ഞാൻ. ഡിമിറ്റർ: ഇറോസ് ദേവൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്തുണ്ട്. വിളക്കിലെ എണ്ണ വീണ് തോൾ പൊള്ളി കിടക്കുകയാണ്. സൈക്കെ: എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് അദ്ദേഹത്തെ കാണണം. ഒരു വഴി പറഞ്ഞു തരൂ. ഡിമിറ്റർ: ഒരു വഴിയേ ഉള്ളൂ. അഫ്രോഡിറ്റിയോട് മാപ്പ് പറയണം, പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം. സൈക്കെ: ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. അടുത്ത പ്രവർത്തനം കുറിപ്പ് തയ്യാറാക്കുക. കപ്പ കുഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഓണമാഘോഷിക്കുകയാണു ഞങ്ങൾ, പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ. പ്രളയകാലത്തെ അതിജീവിച്ച ഓണത്തെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഓണക്കളത്തെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ചെയ്തു നോക്കാം. നാട്ടിൻ പുറത്താണ് ഞങ്ങളുടെ വീട്. ഓണക്കാലമാകുമ്പോൾ പഴയതുപോലെ പൂക്കളമിട്ടും ഓണക്കോടിയുടുത്തും പൂവിളിച്ചും ഊഞ്ഞാലാടിയും ഓണം ആഘോഷിക്കുന്ന നാടാണ് ഞങ്ങളുടേത്. അത്തം മുതൽ നടുമുറ്റത്ത് ചാണകം മെഴുകി പൂവിടും. ആദ്യം തുമ്പപ്പൂ മാത്രം, പിന്നീട് തറ കെട്ടിയാണ് പൂവിടുന്നത്. 9ാം ദിവസമാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത്. അന്ന് വൈകിട്ട് തൃക്കാക്കരയപ്പനെ മണ്ണുകൊണ്ടുണ്ടാക്കി പൂത്തറയിൽ ഇരുത്തും, പൂമാല അണിയിക്കും. ഓണത്തിന്റെ നേരം പുലരുമ്പോൾ തുമ്പപ്പൂടെ ഉണ്ടാക്കി നിവേദിച്ച് ഓണപ്പൂവിളി നടത്തും. പിന്നീട് വീട്ടുകാരെല്ലാം കൂടി ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പപ്പടം, പഴം, പായസം കൂട്ടിയുള്ള ഓണസദ്യ എല്ലാവരും ചേർന്ന് ഇലയിട്ട് നിലത്തിരുന്ന് ഉണ്ണും. പിന്നീട് അയൽപ്പക്കത്തുള്ള എല്ലാവരുമായി ചേർന്ന് ഊഞ്ഞാലാട്ടവും മറ്റ് കളികളും നടത്തും.
അടുത്ത പ്രവർത്തനം അഭിനന്ദന സന്ദേശം തയ്യാറാക്കുക. റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫർ എത്തി. ഗ്രേറ്റയുടേതുപോലെ ഒരു സൈക്കിൾ അതിൻ്റെ പെഡലിൽ ചാരിവെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നന്ദി ഗ്രേറ്റ, ഞങ്ങളുമുണ്ട് നിനക്കൊപ്പം. ഗ്രേറ്റയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സന്ദേശം തയ്യാറാക്കുക. പ്രിയപ്പെട്ട ഗ്രേറ്റ, സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് സ്വീഡിഷ് പാർലമെന്റിനു മുന്നിൽ പരിസ്ഥിതിക്കായി സമരം നടത്തിയ ഗ്രേറ്റ, നിനക്ക് അഭിനന്ദനങ്ങൾ. ഭൂമിക്ക് വേണ്ടി നീ നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളും ചേരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പരിഹാരം നേടാനും ഞങ്ങളും ഞങ്ങളാൽ കഴിയും വിധം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ തുടങ്ങിവെച്ച മുന്നേറ്റത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നത് അഭിമാനമായി ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുണ്ട് നിന്നോടൊപ്പം. അടുത്ത പ്രവർത്തനം ആസ്വാദനം തയ്യാറാക്കാം. കവിത വായിച്ച് ആസ്വാദനം തയ്യാറാക്കുക. മരം. എനിക്ക് ഒരു മരമാവണം. ഈ മണ്ണിനെ വേരുകൾ കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് ഇറുകി കെട്ടിപ്പിടിക്കണം. വിഷം തീണ്ടി നീലിച്ച ആകാശത്തെ ആർദ്രമായി വീശിക്കൊടുക്കണം. നന്മകളുടെ കിളിമുട്ടകൾ അടച്ചു വെച്ചു വിരിയാൻ നനുത്ത കൂട് തൂക്കണം. ചുറ്റും ഒരുപാട് നനവും നിനവും തണുവും തണലും കൂട്ടിവെച്ച് അലിവിൻ്റെ വാനമാകണം. പിണങ്ങിപ്പോയ എല്ലാ പൂക്കളെയും മണങ്ങളെയും നിറങ്ങളെയും ശബ്ദങ്ങളെയും തിരികെ വിളിക്കണം. ഈ കവിതയെക്കുറിച്ച് ആസ്വാദനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പ്രവർത്തനം ചെയ്തോക്കാം. ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങളാണ് മരം എന്ന കവിതയിലുള്ളത്. ഒരു മരമാകണം എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയാൻ അവന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. മണ്ണിനെ വേരുകൾ കൊണ്ട് ഹൃദയത്തിൽ ചേർത്ത് മുറുകെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവൻ മരമാകാൻ കൊതിക്കുന്നു. വിഷം നിറഞ്ഞ ആകാശത്തെ ആർദ്രമായി വീശിക്കൊടുക്കാൻ, നന്മകളുടെ കിളിമുട്ടകൾ അടച്ചു വെച്ച് വിരിക്കാനുള്ള നനുത്ത കൂട് തൂക്കാൻ, ചുറ്റുപാടിന് നനവും തണലും തണുപ്പുമൊക്കെ നൽകാൻ അവൻ മരമാകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നഷ്ടപ്പെട്ടു പോയ പൂക്കളെയും മണങ്ങളെയും നിറങ്ങളെയും ശബ്ദങ്ങളെയും ഒക്കെ തിരികെ വിളിക്കാൻ മരമാകണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രകൃതി സൗന്ദര്യം, പ്രകൃതി ചൂഷണം, ഇതൊക്കെ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയ ദുഃഖമാണ് ഈ കവിത. ഒരു മരം എന്തൊക്കെയാണ് എന്നതിനുള്ള ഉത്തരവും ഈ കവിതയിലുണ്ട്. പ്രകൃതിക്കും ഇതിലെ ചരാചരങ്ങൾക്കും മരം എത്രത്തോളം പ്രധാനമാണെന്നും പ്രകൃതിക്ക് മരം എത്രത്തോളം ഉപകാരിയാണെന്നുമുള്ള എഴുത്തുകാരൻ്റെ ബോധ്യവും ഈ കവിതയിൽ പ്രകടമാണ്. അടുത്ത പ്രവർത്തനം കഥാപാത്ര നിരൂപണം. താൻ കാഴ്ചശക്തിയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മെറിക്ക് മനസ്സിലായത്. സന്ദർഭം വിശദമാക്കുക. നമുക്ക് പ്രവർത്തനം നോക്കാം. അന്ധയായ പെൺകുട്ടിയായിരുന്നു മെറി. അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു മെറി താമസിച്ചിരുന്നത്. ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത്. ഒരു ദിവസം മെറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തെ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു. അവർ ജോലി ചെയ്യുന്ന നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു. കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി. ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിലായി. മെറിയുടെ അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ കാഴ്ചയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവൾ അറിഞ്ഞിരുന്നില്ല. അവർ ഇല്ലാതായപ്പോഴാണ് താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം മെറിക്ക് ശരിക്കും മനസ്സിലായത്. അടുത്ത പ്രവർത്തനം അനുഭവക്കുറിപ്പ്. അരികത്തൊമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയായി കോമനെ. ഇതുപോലെ വേദനിച്ച സന്ദർഭങ്ങളിൽ അമ്മ ആശ്വാസവുമായി എത്തിയ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കുറിപ്പായി എഴുതൂ. അപ്പം നമുക്കത് ചെയ്തു നോക്കാം. ഒരു ദിവസം കൂട്ടുകാരുമായി ചേർന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഞാൻ. കളിക്കാൻ പോകുമ്പോൾ എന്നും അമ്മ ഓർമ്മിപ്പിക്കാറുണ്ട്, സൂക്ഷിക്കണം എന്ന്. കളിക്കുന്നതിനിടയിൽ ഗോൾ അടിച്ചപ്പോൾ എൻ്റെ കാലൊന്നിടറി. ഞാൻ വീണു. വേദന കാരണം എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കൂട്ടുകാർ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. ഒടുവിൽ പേടിച്ച് അവർ എൻ്റെ വീട്ടിലെത്തി. അമ്മയോട് വിവരം പറഞ്ഞു.
അമ്മ ചെയ്തിരുന്ന ജോലി നിർത്തി പെട്ടെന്ന് ഓടി വന്നു. എൻ്റെ അരികിലെത്തിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നെ താങ്ങിയെടുത്ത് അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛനെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ പോയി. കാലിന് പൊട്ടലുണ്ടായിരുന്നു. പ്ലാസ്റ്റർ ഇട്ട് തിരികെ വരുമ്പോൾ എനിക്കും നല്ല ആശ്വാസം തോന്നി. പരിക്ക് പറ്റിയ വേദനയേക്കാൾ അമ്മയ്ക്കും അച്ഛനും ആശ്വസിപ്പിച്ചതിൻ്റെ സന്തോഷമായിരുന്നു എനിക്ക്. അടുത്ത പ്രവർത്തനം പ്രസംഗം തയ്യാറാക്കുക. 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങളിൽ ഒന്ന് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ലഘുപ്രസംഗം തയ്യാറാക്കുക. നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, സമാനതകളില്ലാത്ത പ്രളയ ദുരന്തങ്ങളിലൂടെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം 2018-2019 വർഷങ്ങളിൽ കടന്നുപോയത്. തകർന്നു വീണ വീടുകൾ, നാമാവശേഷമായ കൃഷികൾ, മഴവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിപ്പോയ മലകൾ, വഴിമാറി ഒഴുകിയ നദികൾ, ഒരു നിലവിളി പോലും അവശേഷിപ്പിക്കാതെ മണ്ണിനടിയിലായിപ്പോയ ജീവനുകൾ, ഒരു പിടി സ്വപ്നങ്ങൾ. ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട്. നാം എങ്ങനെയാണ് നമ്മുടെ അമ്മയായ ഭൂമിയോട്, പ്രകൃതിയോട് ഇടപെടുന്നത്? എന്തും വലിച്ചെറിയാനുള്ള ഒരിടം മാത്രമല്ലേ നമുക്ക് ഈ മണ്ണ്. ഒരു രാക്ഷസനെ പോലെ മണ്ണുമാന്ത്രി യന്ത്രം നമ്മുടെ മലകൾ ഇടിച്ചിടുന്നതും മണ്ണു കോരിയെടുത്ത് വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതും നാം കൗതുകത്തോടെ നോക്കി നിൽക്കാറില്ലേ? വികസനത്തിന്റെ പേരിൽ എത്ര മലകളാണ് നമ്മൾ ഇല്ലാതാക്കിയത്? എത്രയെത്ര കാടുകൾ, എത്രയെത്ര ജലാശയങ്ങൾ, എത്രയെത്ര ജീവജാലങ്ങൾ ഇതിനോടകം ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി. നമ്മുടെ പൂർവികർ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു. അവർക്ക് ഭൂമി അമ്മയായിരുന്നു. ചവിട്ടി നടക്കുന്ന മണ്ണ് പവിത്രമായ ഒന്നായിരുന്നു. നമുക്കും അങ്ങനെ തന്നെയാവണം. പ്രകൃതി നശിച്ചാൽ അതോടെ ഈ ഭൂമുഖത്ത് ജീവനും ഇല്ലാതാകും. പ്രകൃതിയെ നശിപ്പിച്ചോ കീഴടക്കിയോ നമുക്ക് ഒന്നും നേടാനാവില്ല. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളുടെ ഫലമാണ് കൊടും ചൂടായും മഴവെള്ളപ്പാച്ചിലായും പലതരം രോഗങ്ങളുമായി നാം ഇന്ന് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാം. പ്രകൃതിയെ ഇനിയും നോവിക്കില്ല എന്ന് തീരുമാനമെടുക്കാം. പ്രകൃതിയെ സ്നേഹിച്ച് സംരക്ഷിച്ച് വളരുന്ന ഒരു തലമുറയിലെ കണ്ണികളായി നമുക്കും മാറാം. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മൾ അടിസ്ഥാന പാഠാവലിയുടെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെയ്തു നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.